മടിയിൽ ഖനമുള്ളവൻ വഴിയിൽ ഭയന്നേ പറ്റുള്ളൂ. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പരാജയവും പടിയിറക്കവും ഇതാ തുടങ്ങിയിരിക്കുകയാണ്. CPIക്ക് മുന്നിൽ കൈകൂപ്പി നിന്ന് യാചിക്കുന്ന പിണറായി വിജയനെയും അത് കഴിഞ്ഞ് സാഷ്ടാംഗം വീഴുന്ന മറ്റൊരു പിണറായി വിജയനെയും ഇന്ന് കേരളം കാണുകയാണ്. മകനും മകളുമടക്കം കേന്ദ്രത്തിൻ്റെ അന്വേഷണത്തിൽ കുടുങ്ങുമെന്നായപ്പോൾ അമിത്ഷായുടെ അന്തപുരത്തിൽ പോയി യാചിച്ച പിണറായി വിജയന് RSSന്റെ പാഠ്യപദ്ധതി അംഗീകരിച്ചു കൊള്ളാമെന്ന് പറയേണ്ടി വന്നിരിക്കുന്നു. മാത്രമല്ല സ്വന്തം മന്ത്രിമാരിൽ നിന്ന് പോലും മറച്ചു വെച്ചുകൊണ്ട് നരേന്ദ്രമോദിയും അമിത്ഷായും പറയുന്നിടത്ത് ഒപ്പുവെക്കേണ്ടി വന്നിരിക്കുന്നു. ഇതെല്ലാം കയ്യിൽ 100 തട്ടിപ്പുമായി മുന്നോട്ട് പോകുന്നത് കൊണ്ടാണ്. അത് കുടുങ്ങുമെന്ന് ഉറപ്പായപ്പോഴാണ് ഈ ഒപ്പുവെക്കലെല്ലാം നടത്തിയത്. എന്നാൽ ഇനി ആര് കുടുങ്ങിയാലും ആശയവും നിലപാടും പണയം വെച്ചുകൊണ്ടുള്ള ഒരു നീക്കുപോക്കിനും തങ്ങളില്ല എന്ന് ഉറപ്പിച്ച CPIയുടെ മുന്നിലാണ് മുഖ്യമന്ത്രി തല താഴ്ത്തി നിന്നിരിക്കുന്നത്. ഇതിനപ്പുറം ഒരു പരാജയം അദ്ദേഹത്തിന് വരാനില്ല. ഇത് പിണറായിയുടെ പടിയിറക്കത്തിൻ്റെ തുടക്കമാണ്. ഏതായാലും സർക്കാരിൻ്റെ PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ടുള്ള പിന്മാറ്റം ഉറപ്പിച്ചിരിക്കുകയാണ് മുഖ്യമന്ത്രി. അതുപ്രകാരം ഒരു ധാരണയ്ക്കുമില്ല എന്നും പറഞ്ഞ് കേന്ദ്രത്തിന് കത്തയക്കാൻ സർക്കാർ തലത്തിൽ തന്നെ നടപടി തുടങ്ങിക്കഴിഞ്ഞു. PM ശ്രീ കരാറിൻ്റെ മാനദണ്ഡങ്ങളിൽ ഇളവ് ആവശ്യപ്പെട്ടുകൊണ്ട് CPMന്റെ കത്ത് നൽകാൻ പോവുകയാണ്. കേന്ദ്രത്തിന് കത്തയക്കാമെന്ന സമവായം CPIക്ക് മുന്നിൽ വെക്കാനും അതുപ്രകാരം വലിയ നാണക്കേടിൽ നിന്നും രക്ഷപ്പെടാം എന്നുമാണ് CPMന്റെ ഇപ്പോഴത്തെ നീക്കം. ഏറ്റവും വലിയ നാണക്കേട് എന്ന് പറയുന്നത് മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് CPI മന്ത്രിമാർ വിട്ടുനിൽക്കും എന്നുള്ളതാണ്. അങ്ങനെ കൂട്ടുത്തരവാദിത്വം നഷ്ടപ്പെടുന്ന ഒരു മന്ത്രിസഭയ്ക്ക് മുന്നോട്ട് പോകാനാകില്ല എന്ന് പ്രതിപക്ഷം പറഞ്ഞു തുടങ്ങിയാൽ അന്നത്തേക്ക് തീരും പിണറായി വിജയന്റെ ഈ സർക്കാർ എന്നുള്ള ഭാവം. കേന്ദ്രവും സംസ്ഥാനവും ഒപ്പുവെച്ച PM ശ്രീ പദ്ധതിയിൽ നിന്ന് പിന്മാറാനുള്ള അധികാരവും അവസരവും സംസ്ഥാന സർക്കാരിനില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. അത് കേന്ദ്രത്തിന് മാത്രമാണുള്ളത്. എങ്കിലും ഈ ധാരണാപത്രം മരവിപ്പിക്കുമെന്ന് അറിയിച്ചുകൊണ്ട് കേന്ദ്രത്തിന് കത്ത് നൽകും പിണറായി വിജയന്റെ സർക്കാർ. അത് CPIയെ സമവായത്തിൽ എത്തിക്കാൻ വേണ്ടിയാണ്. അതിനുശേഷം ആ കത്തിൻ്റെ കരട് MA ബേബി CPI ജനറൽ സെക്രട്ടറി D രാജയ്ക്ക് അയച്ചു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ ധാരണയ്ക്ക് നിൽക്കണോ എന്നുള്ളത് തീരുമാനിക്കാൻ കത്ത് CPI സംസ്ഥാന നേതൃത്വം പരിശോധിച്ചു കഴിഞ്ഞു. മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്ന കടുത്ത നടപടിയിലേക്ക് CPI കടക്കുമെന്ന് ഇരിക്കെയായിരുന്നു CPMന്റെ ഈ നിർണായക നീക്കം. വിഷയം ചർച്ച ചെയ്യാനായി മുന്നണി യോഗവും ഉടൻ ചേരുകയാണ്. എന്നാൽ കരാർ അതേപടി തുടരും എന്നുള്ളതാണ് ഈ ധാരണ മരവിപ്പിക്കൽ പരിപാടി കൊണ്ട് ജനങ്ങളെ പറ്റിക്കാനുള്ള ഒരു പരിപാടിയാണോ എന്നുള്ളതും സംശയമുണ്ട്. എങ്കിലും മാനദണ്ഡങ്ങളിൽ ഇളവ് ആവശ്യപ്പെടാനാണ് നീക്കം. ഇക്കാര്യത്തിൽ പിന്നീടുള്ള തീരുമാനമെടുക്കേണ്ടത് കേന്ദ്രമാണ്. PM ശ്രീയുമായി ബന്ധപ്പെട്ട് CPI ഉടക്കു തുടരുന്നതിനിടെയാണ് CPMന്റെ ഈ പുനരാലോചന എന്നതാണ് മുഖ്യമന്ത്രിയുടെ കീഴടങ്ങൽ ഇവിടെ സൂചിപ്പിക്കുന്നത്. കേന്ദ്രത്തിന് കത്തയച്ച് രാഷ്ട്രീയ തീരുമാനം പ്രഖ്യാപിച്ചാൽ CPI വഴങ്ങുമെന്ന് CPM കരുതുന്നുണ്ട്. D രാജയെ MA ബേബി ഇക്കാര്യം അറിയിക്കുകയും ചെയ്തിരിക്കുന്നു. കേന്ദ്രത്തിന് നൽകാൻ ഉദ്ദേശിക്കുന്ന കത്തിൻ്റെ ഉള്ളടക്കവും അയച്ചു കൊടുത്ത് സാഷ്ടാംഗം കീഴടങ്ങി പിണറായി വിജയൻ മാറിയിരിക്കുന്നു എന്നുള്ളത് കേന്ദ്രത്തോട് എന്തു പറയുമെന്നത് മറ്റൊരു കാര്യം. ഒന്നുകിൽ CPIയെ അനുനയിപ്പിച്ച് പിന്നീട് വീണ്ടും ചതിക്കാനുള്ള പരിപാടി, അല്ലെങ്കിൽ എല്ലാം ഏറ്റുപറഞ്ഞ് കേന്ദ്രത്തിൻ്റെ സഹായം ലഭിക്കാത്ത തരത്തിൽ പതനം പിണറായി സ്വയം ഉറപ്പിക്കും. രണ്ടായാലും പിണറായി വിജയൻ എന്ന രാഷ്ട്രീയ നേതാവിൻ്റെ പതനവും പടിയിറക്കവും ഇവിടെ തുടങ്ങിക്കഴിഞ്ഞു.